Hi dear students, I am Lily Soju. Subject is Management Process and Organization Theory. Lesson 5, Types of Planning. Mission, Objective, Standards, Strategies, Policies, Procedure, Rules, Programs, Budget are types of plans. ഈ 9 ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് മെയിനായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഉള്ളത്. ഇത് ശരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹൈറാർക്കി മോഡലിലാണ് പ്ലാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നു, അതാണ് മിഷൻ. ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനാണ് ഒബ്ജക്റ്റീവ്. ദെൻ സ്റ്റാൻഡേർഡ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രൊസീജിയർ, റൂൾസ്, പ്രോഗ്രാംസ്, ബഡ്ജറ്റ്. ഇതെല്ലാം ഒരു മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് പ്ലാൻ ചെയ്യേണ്ടത് മിഷനാണ്. In short, mission is a purpose. It may be production. It may be service. മിഷൻ എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷനിൽ എന്താണ് ചെയ്യാനുള്ളത് അതിനെയാണ് മിഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ ദൗത്യം, പർപ്പസ് എന്താണോ അതിനെയാണ് മിഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പ്രൊഡക്ഷൻ ആവാം, അത് ചിലപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാവാം ആ ഒരു സ്ഥാപനത്തിന് ചെയ്യാനുള്ളത്. അതിനെയാണ് മിഷൻ എന്ന് പറയുന്നത്. ഈ മിഷൻ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യണം. ദെൻ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്ലാനാണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് എന്ത് ലക്ഷ്യത്തോടെയാണ് അതിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഏൺ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാവാം. ചിലപ്പം ഗ്രോത്ത്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് ആവാം അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണോ അതിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം മുൻകൂട്ടി നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റീവ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിൻ്റെ വേറൊരു പ്രത്യേകതയാണ് സബ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും എന്നുള്ളത്. ഒരു ഓർഗനൈസേഷനിൽ സബ് ഒബ്ജക്റ്റീവ്സ്, മെയിൻ ഒബ്ജക്റ്റീവ്, ഓവറോൾ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഓരോ ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കും അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അതിനെയാണ് ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മെയിൻ ഒബ്ജക്റ്റീവിന് താഴെയുള്ള ഒബ്ജക്റ്റീവ്സ്, അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ തരം ഒബ്ജക്റ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്, അതായത് ഒരാൾക്ക് സാലറി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ വരുന്നത്, അയാളുടെ ഒബ്ജക്റ്റീവ്. ഒരു ഗ്രൂപ്പിൻ്റെ ഒബ്ജക്റ്റീവ്, പ്രൊഡക്ഷൻ ഗ്രൂപ്പിൻ്റെ ഒബ്ജക്റ്റീവ്, ഡിപ്പാർട്ട്മെൻ്റലായിട്ടുള്ള ഓരോരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പം സബ് ആയിട്ടുള്ള കുറേ ഒബ്ജക്റ്റീവ് എല്ലാം ഒരൊറ്റ ഫോക്കസ് ചെയ്യുന്നത്, ഒരൊറ്റ ഒബ്ജക്റ്റീവിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റീവാണ് മെയിനായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കാം മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പം അതിലേക്ക് ചെറിയ ചെറിയ എല്ലാ ഒബ്ജക്റ്റീവും ഫോക്കസ് ചെയ്യണം. മെയിൻ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. ഇത് മുൻകൂട്ടി നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് പ്ലാനാണ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, നല്ലൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു പ്ലാൻ ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു പ്രക്രിയയാണ്, പ്രോസസ്സാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് അത് ഫിക്സ് ചെയ്യുക. എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 40 lakh പ്രോഫിറ്റ് ആണെങ്കിൽ അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്.
എക്സ്പെക്റ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് പ്രോഫിറ്റിലെത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാണ് നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് പ്ലാൻ ചെയ്ത് വെക്കുക. ദെൻ സ്ട്രാറ്റജീസ് ആർ ഓൾസോ പ്ലാൻസ്. സ്ട്രാറ്റജി മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് വെക്കേണ്ട ഒന്ന് തന്നെയാണ്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പലതരം തന്ത്രങ്ങൾ ഒരു മാനേജ്മെൻറ്റിന് ഉപയോഗിക്കാം. നല്ല മോട്ടിവേഷൻ എംപ്ലോയീസിന് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കാം. ഇതെല്ലാം ഓരോ തരം സ്ട്രാറ്റജികളാണ്. പലതരം സ്ട്രാറ്റജികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല സ്ട്രാറ്റജികൾ മെനഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവിൽ എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് തരം സ്ട്രാറ്റജികളാണ് ഉപയോഗിക്കേണ്ടത്, ഏതെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അതും ഒരു പ്ലാൻ തന്നെയാണ്. ദെൻ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് പോളിസീസ്. പോളിസീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നയങ്ങൾ. മലയാളത്തിൽ പറഞ്ഞ നയങ്ങൾ. ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതൊരു ഗൈഡാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഗൈഡ് ടു ഡിസിഷൻ മേക്കിംഗ്. പോളിസീസ് ആർ ഗൈഡ് ടു ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു നയങ്ങളെയാണ് പോളിസീസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി classified into 4 types: organizational policy, then appealed policy, then implied policy, then externally imposed policy. ഇങ്ങനെ 4 ആയിട്ട് നമുക്ക് പോളിസീനെ ക്ലാസിഫൈഡ് ചെയ്യാം. ഇവിടെ ഓർഗനൈസേഷണൽ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗൈഡ് തന്നെയാണ്. പോളിസി എന്ന് പറയുന്നത് ഒരു ഗൈഡാണ്. മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡാണ് ഓർഗനൈസേഷണൽ പോളിസി എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ടു ദെയർ സബോർഡിനേറ്റ്സിന് വേണ്ടിയിട്ട്, അവരുടെ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള ഗൈഡാണ് ഓർഗനൈസേഷണൽ പോളിസി എന്ന് പറയുന്നത്. ഇതനുസരിച്ചിട്ട് മാത്രമേ വർക്കേഴ്സ് വർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ അപ്പീലഡ് പോളിസി. അപ്പീലഡ് പോളിസി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് തന്നെയാണ്. പക്ഷെ ഇതെപ്പോഴാണ് ആവശ്യം വരുന്നത്? ഇതൊരു സബോർഡിനേറ്റിനെ അല്ലെങ്കിൽ വർക്കേഴ്സിന് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ടൈമിൽ അവരുടെ സൂപ്പർവൈസേഴ്സിനോട് ഇതെന്ത് ചെയ്യണം, ഇതെങ്ങനെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ആ ടൈമിൽ കൊടുക്കുന്ന ഗൈഡാണ്, ആ ടൈമിൽ കൊടുക്കുന്ന പോളിസിയാണ് അപ്പീലഡ് പോളിസി എന്ന് പറയുന്നത്. ദെൻ ഇംപ്ലോയിഡ് ഇമ്പോസ്ഡ് പോളിസി. ഈ ടൈപ്പ് ഓഫ് പോളിസി എന്ന് പറയുന്നത് ഇതൊരു മാനേജ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഓരോ പീരീഡ് ഓഫ് ടൈം, ഒരുപാട് കാലത്ത് നിന്നും ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു മാനേജ്മെൻറ്റ് ഒരു അൺറിട്ടൺ ആയിട്ടുള്ളത് എഴുതി തയ്യാറാക്കിയ പോളിസി അല്ല ഇത്. എക്സ്പീരിയൻസിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന തരം പോളിസികൾ അതവിടെ നടപ്പിലാക്കണം. അത് നടപ്പിലാക്കുകയായിരിക്കും ഏറ്റവും ഉചിതം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതിനെയാണ് ഇംപ്ലോയിഡ് ഇമ്പോസ്ഡ് പോളിസി എന്ന് പറയുന്നത്. എഴുതി തയ്യാറാക്കിയതെന്നുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന തരം പോളിസികളാണ് ഇംപ്ലോയിഡ് ഇമ്പോസ്ഡ് പോളിസി എന്ന് പറയുന്നത്. ദെൻ എക്സ്റ്റേണലി ഇമ്പോസ്ഡ്. എക്സ്റ്റേണലി ഇമ്പോസ്ഡ് പോളിസി എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന പോളിസികൾ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് ചില നിയമങ്ങൾ ഓർഗനൈസേഷനിൽ പാലിച്ചേ മതിയാവും. അപ്പോൾ ആ നിയമങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിയമങ്ങൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന പോളിസികളാണ് എക്സ്റ്റേണലി ഇമ്പോസ്ഡ് പോളിസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് പോളിസിയാണ് പോളിസി ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. ഇപ്പം നമ്മൾക്ക് ടൈപ്പ് ഓഫ് പോളിസി എന്ന് പറയാൻ പറ്റില്ല. ഇത്
ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പോളിസികളെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് പോളിസി, ഡിവിഷണൽ പോളിസി, ഡിപ്പാർട്ട്മെൻറ്റൽ പോളിസി, സെക്ഷണൽ പോളിസി എന്നൊക്കെ നമുക്ക് പോളിസികളെ ക്ലാസിഫൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് ടോപ്പ് മാനേജ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊരു പോളിസി ഉണ്ടായിരിക്കും. ഡിവിഷണൽ പോളിസി എന്ന് പറയുന്നത് ഓരോ ഡിവിഷനും എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഓരോരോ പോളിസികളുണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഓരോ സെക്ഷനിൽ, ഓരോ ഡിവിഷനിൽ, ഓരോ മാനേജ്മെൻറ്റിലും എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറയുന്ന എന്തൊക്കെ ചെയ്യണമെന്ന് കാണിക്കുന്ന പോളിസികളാണ് ഇത്തരം പോളിസികൾ. അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പോളിസികളെ ക്ലാസിഫൈഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോളിസി. പോളിസിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പോളിസി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇത്ര നേരം പറഞ്ഞായിരുന്നു, ഇറ്റ്സ് എ ഗൈഡ് ടു തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇതൊരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ഗൈഡാണ് അല്ലേ. പോളിസിക്ക് അനുസരിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് പാടുള്ളൂ. ദെൻ ഇറ്റ് ലേ ഡൗൺ ദ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ എന്ത് ചെയ്യണം ചെയ്തു തുടങ്ങണേക്ക് മുമ്പ് തന്നെയുള്ള ഒരു സ്റ്റെപ്പാണിത് അല്ലേ. അതൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല, ചെയ്യണേക്ക് മുമ്പ് തന്നെയുള്ള ഒരു സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ പറയാം പോളിസി എന്ന് പറയുന്നത്. പോളിസി നോക്കിയിട്ട് വേണം ചെയ്തു തുടങ്ങുക. അതുപോലെ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം വേണം നമുക്ക് ചെയ്തു തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഇറ്റ് ലേ ഡൗൺ ദ ലിമിറ്റ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഷോസ് ദ ലിമിറ്റ് എന്ന് പറയാം. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ലിമിറ്റുകൾ എന്തെല്ലാമാണ്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു പോളിസി. അതുപോലെ തന്നെ നാലാമതൊരു കാര്യമാണ് ഇറ്റ് ഫ്രെയിംഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതായത് പോളിസി പ്രിപ്പയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് തന്നെയാണ്. അതും ഒരു അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് 5th പോയിന്റ് പറഞ്ഞേക്കുന്നത്. പോളിസി ഡസ് നോട്ട് റിമെയിൻ വാലിഡ് ഫോർ ഓൾ ദ ടൈം. എപ്പോഴും പോളിസി വാലിഡ് ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ പോളിസികളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ ചെയ്യണം. അത് ഫ്ലെക്സിബിളാണ് പോളിസി എന്ന് പറയുന്നത്. എപ്പോഴും പോളിസിക്ക് അനുസരിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ അത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പോളിസിയുടെ ഉള്ളത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫോർമുലേറ്റിംഗ് പോളിസി. ഒരു ഓർഗനൈസേഷനിൽ പോളിസിയുടെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ മാത്രമല്ല, എല്ലാ ഒരു സ്ഥാപനങ്ങൾക്കും ഉണ്ടാവും പോളിസി. ആ പോളിസിക്ക് അനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും അല്ലേ. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തതൊന്നും അറിയാൻ പറ്റിയെന്ന് വരില്ല. അപ്പം കറക്റ്റായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്തായാലും പോളിസി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചതിൽ നിന്നൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗൈഡ് ടു തിങ്കിങ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതൊരു ഗൈഡാണെന്ന് പറയാല്ലേ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഇറ്റ് സേവ് ടൈം ആൻഡ് എഫേർട്സ്. അപ്പോൾ ടൈം സേവ് ആവുന്നു അല്ലേ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിയമത്തിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി അല്ലേ. അതുപോലെ തന്നെ പരിശ്രമം വെറുതെ വേസ്റ്റ് ആവാതെ പോളിസി നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ ഓഫ് ആക്ഷൻസ്. എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്പ് ടു അച്ചീവ് ദ ബിസിനസ് ഒബ്ജക്റ്റീവിൽ എത്തിച്ചേരാൻ നല്ല രീതിയിൽ നല്ലൊരു പോളിസീസ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെ ഒരുപാട് ഇതുപോലെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ഒരു ഓർഗനൈസേഷന് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് പോളിസിക്കുള്ളത്. ദെൻ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നോക്കാം. പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഗൈഡ് ടു ആക്ഷൻ. പോളിസി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പഠിച്ചത്? ഗൈഡ് ടു ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോളിസിക്ക് അനുസരിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഗൈഡ് ടു ആക്ഷൻ. എന്താണ് ചെയ്യേണ്ടത്, ആദ്യം ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ആക്ഷനാണ് ഒരു ഓർഗനൈസേഷനിൽ ചെയ്യേണ്ടത്, ഫസ്റ്റ് എന്ത് ചെയ്യണം, സെക്കൻഡ് എന്ത് ചെയ്യണം, തേർഡ് എന്ത് ചെയ്യണം എന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതൊരു പ്ലാൻ തന്നെയാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്യുക പ്രൊസീജിയേഴ്സ്, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പ്രൊസീജിയർ എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് പ്ലാൻ തന്നെയാണ്, ഗൈഡ് ടു ആക്ഷനാണ്. പിന്നെ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എന്താണ് ഡിഫറൻസ്, എന്താണ് പോളിസിയും പ്രൊസീജിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
പോളിസി എന്ന് പറയുമ്പോഴത്തേക്കും ഗൈഡ് ടു ഡിസിഷൻ മേക്കിംഗ് അല്ലേ, ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ ഒരു ഗൈഡാണ്. അതുപോലെ തന്നെ പ്രൊസീജിയർ ഒന്ന് ഗൈഡ് ടു ആക്ഷൻ, എന്ത് ചെയ്യണം എന്നുള്ളതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് പ്രൊസീജിയർ, നല്ലൊരു പ്രൊസീജിയർ എങ്ങനെയൊക്കെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻസ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ്, അതായത് ഇത് ഫോക്കസ് ചെയ്യണം, മസ്റ്റായിട്ടും ഇത് ഒബ്ജക്റ്റീവിനെ ആയിരിക്കണം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റ്. ദെൻ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇതൊരു സെക്കൻഡ് സ്റ്റെപ്പ് ആണ്, പോളിസിയുടെ കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റെപ്പാണ് പ്രൊസീജിയർ എന്ന് പറയാം അല്ലേ. പോളിസി കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊസീജിയർ സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ റിലവൻറ്റ് ഫാക്ട്സ്. ഇത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രൊസീജിയറിൽ കാണിക്കുന്നുള്ളൂ. എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ ചെയ്യേണ്ടതായിട്ട് കാണിക്കണില്ല. ഫസ്റ്റ് ചെയ്യേണ്ടത്, സെക്കൻഡ് ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് പോകേണ്ട കാര്യങ്ങളായിരിക്കണം കാണിക്കേണ്ടത്. അപ്പോൾ ഇത് അങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇറ്റ് ഗീവ്സ് ദി ഓർഡർലി പെർഫോമിങ് ആൻഡ് ആക്ടിവിറ്റീസ്. ഓർഡറായിട്ട് എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് ഇപ്പോൾ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് മൂന്നാമതൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഓർഡർലി അറേഞ്ച്മെൻ്റ് ആണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പം ഇതൊരു നല്ലൊരു സാധ്യതയാണ്, ആവശ്യമില്ലാത്ത അവോയ്ഡ് ചെയ്യാനും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ളൊരു ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജ് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് റാൻഡം ആക്ടിവിറ്റി, മസ്റ്റ് അവോയ്ഡ് ദ റാൻഡം ആക്ടിവിറ്റി. ആവർത്തിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല നമുക്ക്. അതുപോലെ തന്നെ ഇറ്റ് ഷോസ് ദ യൂണിഫോമിറ്റി ഓഫ് പെർഫോമൻസ്. എന്ത് ചെയ്യണം, ഓർഡറായിട്ട് എന്ത് ചെയ്യണമെന്നത് നമുക്ക് കാണിച്ചു തരുന്നു, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് എൻഷുർ ദ ഹൈ ലെവൽ പെർഫോമൻസ്, അത് നമുക്ക് നല്ല ഹൈ ലെവൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് ഈ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ആവശ്യമില്ലാത്തതൊന്നും ചെയ്യാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ഇത് കൊണ്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇറ്റ് എൻഷുർ എ ഗുഡ് സ്റ്റാൻഡേർഡ് ഫോർ ദ മാനേജ്മെൻറ്റ്. ഇത് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനായിട്ട്, സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഇത്ര കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിന് ഹെൽപ്ഫുള്ളാണ് പ്രൊസീജിയേഴ്സ്. അത്തരം കാര്യങ്ങൾ എംപ്ലോയീസ് ചെയ്തോ എന്ന് നോക്കാനും വിലയിരുത്താനും ഒക്കെ മാനേജ്മെൻറ്റിന് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കും. പ്രൊസീജിയേഴ്സ് ഫസ്റ്റ് തന്നെ പ്രൊസീജിയേഴ്സ് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് വർക്കേഴ്സ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഒരു പ്രൊസീജിയറിന് ഒരു സ്റ്റാൻഡേർഡ് ആക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഓഫൺ ലീഡ്സ് ടു സിംപ്ലിഫിക്കേഷൻ ആൻഡ് എലിമിനേഷൻ ഓഫ് ദ അൺനെസസറി സ്റ്റെപ്സ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനൊക്കെ ഹെൽപ്ഫുള്ളാണ് പ്രൊസീജിയേഴ്സ്. ദെൻ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. പ്രൊസീജിയേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഇമ്പോർട്ടൻസും, പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്ലാൻ തന്നെയാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും. ദെൻ വേറൊരു ടൈപ്പ് ഓഫ് പ്ലാനാണ് റൂൾസ്. റൂൾസ് എന്ന് പറയുന്നത് എന്താണ്, റൂൾസ് എന്ന് പറയുന്നതും ആക്ഷൻ ടു ബി ടേക്കൺ ഓർ നോട്ട് ടു ബി ടേക്കൺ, എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്ലാനാണ് റൂൾസ് എന്ന് പറയുന്നത്. മുൻകൂട്ടി ഇത് പ്ലാൻ ചെയ്ത് വെക്കാം. റൂൾസ് എന്ത് ചെയ്യണം, അവിടെ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂൾസ് തയ്യാറാക്കി വെക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നോ സ്മോക്കിംഗ് ഏരിയ, അതവിടെ ഒരു അതിനൊക്കെ റൂൾസ് എന്ന് പറയാം. അവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു റൂൾസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെക്കാം.
ദെൻ വേറൊരു പ്ലാനാണ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു വലിയ പ്ലാൻ മാത്രമല്ല ആവശ്യമുള്ളത്, അല്ലെങ്കിൽ വലിയൊരു ഒരുപാട് പ്ലാൻസ് അല്ലെങ്കിൽ ഒരുപാട് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാവും. ഈ പ്ലാനുകളുടെ ഒരൊറ്റ കൂട്ടത്തെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. ദെൻ ബഡ്ജറ്റ് എന്താണ്? ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. പണപരമായ കാര്യം മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി പണപരമായ കാര്യങ്ങൾ തീരുമാനിച്ചു വെക്കുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഭാവിയിൽ റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസസ് എത്ര ആയിരിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ച്. ഇത് സ്റ്റേറ്റ്മെൻറ്റ്, ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയാം. ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ പ്ലാനിങ് ഓൾസോ. അതായത് ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ എത്ര രൂപ വന്നു, എത്ര രൂപ പോയി എന്നൊക്കെ, എത്ര രൂപ വരണം, എത്ര രൂപ എക്സ്പെൻസസ് ആയിട്ട് ചെലവഴിക്കണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റും മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 9 പോയിൻ്റാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. മെയിനായിട്ടുള്ള പ്ലാനുകൾ ഒരു ഹൈറാർക്കി ടൈപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന പ്ലാൻസുകൾ. എന്തൊക്കെയാണ് പ്ലാൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? മിഷൻ, ഒബ്ജക്റ്റീവ്, സ്റ്റാൻഡേർഡ്, സ്ട്രാറ്റജീസ്, പോളിസീസ്, പ്രൊസീജിയർ, റൂൾസ്, പ്രോഗ്രാം, ബഡ്ജറ്റ്സ് ആർ ദ ടൈപ്സ് ഓഫ് പ്ലാൻസ്. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് വെക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനാണ്. അതായത് പ്ലാനിങ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ മോസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ്. ടൈപ്പ് ഓഫ് പ്ലാൻ, ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെക്കേണ്ടതും മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിൽ പ്ലാനിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്ലാനിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഷോർട്ട് ടൈം പ്ലാനിങ്ങും ലോങ് ടൈം പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്സ് ഓഫ് പ്ലാൻ, 2 ടൈപ്പ് ഓഫ് പ്ലാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം വേറൊരു രീതിയിൽ. ഷോർട്ട് ടൈം പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 to 1 year വരെയുള്ള ആ ഒരു ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതിനെയാണ് ഷോർട്ട് ടൈം പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ലോങ് ടൈം പ്ലാനിങ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നീണ്ട കാലയളവിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നു. അതായത് ഒരു 1 year to 5 year വരെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നതിനെയാണ് ലോങ് ടൈം പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ പഠിച്ചായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷനിൽ പറയുന്നതിൽ ഒരു കാര്യമാണ് പ്ലാനിങ് ഈസ് എക്സ്പെൻസീവ് പ്രോസസ്സാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സ്പെൻസീവ് പ്രോസസ്സ് ആയതുകൊണ്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഷോർട്ട് ടൈം പ്ലാനിങ് എന്ന് പറയുന്നത്. കൂടുതലും നല്ലത് ഷോർട്ട് ടൈം പ്ലാനിങ് ആണ് ഒരു ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് പ്ലാൻ, 9 ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് അല്ലേ? ഒരു ഹൈറാർക്കി ആയിട്ട് അതിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനാണ് മിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കേണ്ട പ്ലാനാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ലാസ്റ്റ് ബഡ്ജറ്റ് വരെയുള്ള പ്ലാൻ അല്ലേ? ബഡ്ജറ്റും പ്ലാൻ ചെയ്ത് വെക്കുക. എല്ലാ കാര്യങ്ങളും അതായത് ഓർഡർലി പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പറയുന്ന 9 കാര്യങ്ങളും അതിൻ്റേതായ ഫങ്ഷൻ അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻ, അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് പ്ലാനിങ്ങിനെ അറേഞ്ച് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. താങ്ക് യു.